യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. യേശു 6 ദിവസങ്ങൾക്ക് ശേഷം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സുവിശേഷം ആരംഭിക്കുക. വിശുദ്ധ ബൈബിളിൽ മലമുകൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ഇടമായി നാം കാണുന്നു. 500-ലധികം സ്ഥലങ്ങളിൽ വിശുദ്ധ ബൈബിളിൽ മലമുകളെക്കുറിച്ച് സംസാരിക്കുന്നു. ദൈവം ഇറങ്ങി വന്ന ഇടമായി, ദൈവം സംസാരിച്ച ഇടമായി, ദൈവത്തിൻ്റെ അത്ഭുതകരമായ വാഗ്ദാനങ്ങൾ നൽകിയ ഇടമായി വിശുദ്ധ ബൈബിളിൽ മലമുകൾ കാണുന്നു. അബ്രഹാം തൻ്റെ പ്രിയമകനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാൻ മോറിയ മലയിലേക്ക് പോയി. സീനായ് മലമുകളിൽ വച്ച് സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ജീവിക്കുവാൻ വേണ്ട കൽപ്പനകൾ നൽകി. ഹോറബ് മലമുകളിൽ ദൈവത്തിൻ്റെ മഹത്വം അവർ ദർശിച്ചു. വീണ്ടും സിയോൺ മലമുകളിൽ ദൈവത്തിൻ്റെ രക്ഷയുടെ കൃപ അവർ കണ്ടു. നോഹയും അബ്രഹാമും യാക്കോബും മലമുകളിൽ ബലിപീഠമുണ്ടാക്കി ദൈവത്തെ ആരാധിച്ചതായി വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു. കാർമൽ മലയുടെ മുകളിൽ പ്രവാചകനായ ഏലിയ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ദൈവത്തിൻ്റെ അത്യുന്നതമായ സംരക്ഷണം അവൻ അനുഭവിച്ചു. നെബോ മലയിൽ വച്ച് മോസസിന് വാഗ്ദത്ത ഭൂമി കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചതായി ബൈബിളിൽ നമ്മൾ കാണുന്നു. പുതിയ നിയമ പുസ്തകത്തിൽ യേശു അനേക പ്രാവശ്യം മലമുകളിൽ പോകുന്നതായി നമ്മൾ കണ്ടു. മലമുകളെ പുതിയ നിയമ പുസ്തകം വ്യാഖ്യാനിക്കുന്നത് പ്രാർത്ഥനയുടെ ഇടമായിട്ടും നിശബ്ദതയുടെ സ്വർഗീയ സാന്നിധ്യമായിട്ടുമാണ്. യേശു അനേകം മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ മലമുകളിൽ ചിലവഴിക്കുന്നുണ്ട്. രാത്രി മുഴുവനും അവിടുന്ന് മലമുകളിലായിരുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ അടയാളമായി, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഇടമായി ക്രിസ്തു മലമുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഒപ്പം തൻ്റെ ശിഷ്യഗണത്തെ പഠിപ്പിക്കുവാനും യേശു മലമുകൾ തിരഞ്ഞെടുത്തു. ഒരേ സമയം ദൈവമഹത്വത്തിൻ്റെയും രൂപാന്തരീകരണത്തിൻ്റെയും ഇടമായി താബോർ മല യേശു തിരഞ്ഞെടുത്തു. ക്രിസ്തു മഹത്വത്തോടുകൂടി പിതാവിൻ്റെ സന്നിധിയിലേക്ക് സ്വർഗാരോഹണം ചെയ്തതും ഒലിവ് മലയിൽ വെച്ചാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ മലകൾക്ക് ഇത്രമാത്രം സാന്നിധ്യം നൽകപ്പെട്ടിരിക്കുന്നത്? മലകളുടെ പ്രാധാന്യത്തിൻ്റെ പ്രധാന കാരണം എന്തെന്നോ, ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഇടമായി പൂർവ്വപിതാക്കന്മാർ മലമുകളെ വിശദീകരിച്ചു. അവർ പലപ്പോഴും ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും മലമുകളിൽ ദർശിച്ചു. അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തോട് സംസാരിച്ച ഇടവും മലമുകൾ തന്നെ. നാം ഇന്നേ ദിവസം ആഗോള തിരുസഭയോട് ചേർന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഒരു മലകയറ്റം ആവശ്യമാണ്. യേശു അവരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ രൂപാന്തരപ്പെട്ടു. പ്രാർത്ഥനയുടെ പൂർണ്ണതയിലായിരുന്നു ക്രിസ്തു ആയിരുന്നത്. യേശു പ്രാർത്ഥനയുടെ പൂർണ്ണതയിൽ രൂപാന്തരപ്പെട്ടു. നമ്മുടെ വ്യക്തിജീവിതത്തിൽ പ്രാർത്ഥനയിൽ രൂപഭാവം വരുവാൻ, പുതിയ സൃഷ്ടികളാകാൻ, ക്രിസ്തു സ്നേഹത്താൽ നിറയാൻ, പുതിയ നന്മ നിറഞ്ഞ വ്യക്തികളായി രൂപാന്തരപ്പെടാൻ നമുക്കും ഒരു മലകയറ്റം ആവശ്യമാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഇടം മലമുകൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു മല ഇറക്കം കൂടി യേശു പഠിപ്പിക്കുന്നുണ്ട്. നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് ഈ ദിവ്യദർശനം കണ്ട പത്രോസ് പറയുമ്പോൾ യേശു പറയുന്നത് നമുക്ക് താഴ്വാരങ്ങളിലേക്ക് പോകാം. അതേ പ്രിയ ദൈവമക്കളെ, ദൈവസാന്നിധ്യത്തിൻ്റെ കൃപയുടെ അനുഭവം മലമുകളിൽ ദർശിച്ച നാം അവിടെ ആയിരിക്കേണ്ടവരല്ല, താഴ്വാരങ്ങളിലേക്ക് വന്ന് അനുഭവിച്ച ദൈവസാന്നിധ്യത്തെ പങ്കുവയ്ക്കേണ്ടവരും ആ കൃപയിൽ ജീവിക്കേണ്ടവരുമാണ്. രക്ഷയുടെ പൂർണ്ണത നമുക്ക് നൽകിയ കാൽവരി മലയും നമ്മെ പഠിപ്പിക്കുന്ന പാഠവും വ്യത്യസ്തമല്ല.
രക്ഷ കാൽവരിയിൽ അനുഭവിച്ച നാം ആ കൃപയുടെ മഹത്വം താഴ്വാരങ്ങളിൽ പ്രഘോഷിക്കണം. ബൈബിളിലെ മലകൾ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളവും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഇടവും നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ കാതലുമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ മുഖം കണ്ട് അവൻ്റെ കൃപയുടെ മഹത്വത്തിൽ ജീവിക്കുവാൻ ഈ രൂപാന്തരീകരണ അനുഭവം സ്വന്തമാക്കാം. യേശു പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മുഖം വെണ്മയുള്ളതായി, വസ്ത്രം പ്രകാശപൂരിതമായി. മോസസും ഏലിയായും അവനോട് സംസാരിച്ചു. ഒരു സുന്ദരമായ മേഘം വന്ന് അവനെ ആവരണം ചെയ്തു. പിതാവിൻ്റെ സ്വരം അവർ കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിൻ. ഇതാ ദൈവം ഇവിടെ ഉണ്ട്. അവൻ്റെ വാക്ക് ശ്രവിക്കുക, എന്നിട്ടോ അവനെ പ്രഘോഷിക്കുക ലോകത്തിൻ്റെ അതിർത്തികളോളം. ക്രിസ്തു രൂപാന്തരീകരണത്തിൽ നമുക്ക് നൽകുന്ന സ്വർഗീയ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്കും ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരാകാം. സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.